പിന്നെ ഞാൻ കാണുന്ന പാർട്ടി ചാനൽ അവിടെ ദുരന്ത ബാധയെ അവിടെ പോയി ലസിതയുടെ ബൈറ്റ് എടുക്കുന്നു, ലസിത കരയുന്നു. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഞാൻ കാരണം ഒരു സ്ത്രീ കരയാൻ പാടില്ല. ഞാൻ അവരെ വിളിച്ചു, അവരോട് സംസാരിച്ചു, അവരും കരഞ്ഞു, ഞാനും കരഞ്ഞു. കാരണം എന്നെ അവർ ഉദ്ദേശിച്ചിട്ടേ ഇല്ല, അവർക്കത് അറിയില്ല. അവരെ സംബന്ധിച്ച് ആ 3 മക്കൾ പോയ വിഷമം, അവർക്കെല്ലാം നഷ്ടപ്പെട്ട വിഷമം, അവർക്ക് വീട് കിട്ടുന്നു, അവർക്ക് വിവാദങ്ങൾ താല്പര്യമില്ല. സ്വാഭാവികമാണെന്നേ ഈ പറഞ്ഞ ഈ പോയ 13 പേർക്കും അതെ വിവാദങ്ങളിൽ താല്പര്യമില്ല. അവർക്ക് എത്രയും വേഗം അവർക്കൊരു പഴയ അവസ്ഥയിൽ അല്ലെങ്കിലും ഒരു വീട് കിട്ടുക എന്നുള്ളതല്ലേ അവരെ സംബന്ധിച്ച്. അവരെന്തെങ്കിലും തിരിച്ചു പറയുമോ? എന്തെങ്കിലും സർക്കാരിനെതിരെ പറയുമോ? അവർ സർക്കാരിനെതിരെ പറയണമെന്നല്ലേ ഞാൻ പറയുന്നത്. പറയാൻ അവർക്ക് ധൈര്യമില്ലെന്നേ. ആ രൂപത്തിലാണ് അത് ഇതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന രൂപത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാനതിൽ നാടകം എന്നുള്ള വാക്കിൽ ഉറച്ചു നിൽക്കുന്നത്. ഞാൻ സർക്കാരിൻ്റെ നാടകം അല്ലെങ്കിൽ CPMൻ്റെ നാടകം എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഞാൻ അത് ദുരന്തബാധിതരെ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് ആ ദുരന്തബാധിതർക്കറിയാം. അതിൽ നിന്ന് ചിലരെ തിരഞ്ഞു പിടിച്ച് അവരുടെ ബൈറ്റ് എടുപ്പിച്ച് ആ രൂപത്തിൽ വ്യാഖ്യാനിച്ചത് കൊണ്ടുവരുന്നു. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ അറിയാം, ഏത് രൂപത്തിലേക്ക് അത് കടന്നു പോയത്. അപ്പോൾ ഇതിലൊന്നും സർക്കാരോ CPM അതിൻ്റെ ഭാഗമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കണ്ണടയ്ക്കുന്നു. എവിടെയൊക്കെ പ്രതികരിക്കണം എന്നുള്ളതും എവിടെയൊക്കെയാണ് അവൾക്കൊപ്പം നിൽക്കേണ്ടത് എന്നുള്ളതിലും കൃത്യമായി ഒരു തീരുമാനം അവർക്കുണ്ടെന്നുള്ളതാണ്.